ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാലന്റൈൻസ് ഡേ ഒക്കെ സ്പെഷ്യലായിട്ട് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വാങ്ങിച്ചു തന്ന കുറച്ച് ഗിഫ്റ്റുകളാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. ഓൾറെഡി ഞാൻ ഇതെല്ലാം അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ, അതായത് കുറച്ച് ദിവസങ്ങൾക്കൊക്കെ മുന്നേ തന്നെ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ കാർട്ടിലിട്ട് വെച്ചായിരുന്നു. ഓരോ പ്രൊഡക്ട്സ് കാർട്ടിലിട്ട് വെക്കുമ്പോഴും ഞാൻ ഹസ്ബൻഡിനെ കാണിച്ചു കൊടുത്തിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന് പറയും. ഇപ്പോൾ വാലന്റൈൻസ് ഡേ മാത്രമല്ല, നമുക്ക് മാർച്ച് ഏപ്രിലൊക്കെ ഒരു കല്യാണ ഫംഗ്ഷനൊക്കെ വരുന്നുണ്ട് കസിൻസിൻ്റെ. അപ്പോൾ ആ ഒരു ടൈമിലത്തേക്കായിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ പുള്ളി എനിക്ക് വാങ്ങിച്ചതാണ് ഇതെല്ലാം. അപ്പോൾ ഈ ഒരു വാലന്റൈൻസ് ഡേയിൽ എനിക്കിത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ്. എന്താ പറയുക, പുള്ളിക്ക് അങ്ങനെ ലോങ് ഇയറിങ്സ് ഒന്നും ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് ഇത് വാങ്ങിച്ചു തന്നു കേട്ടോ. ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്മലാണ്. ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ തന്നെ സെലക്ട് ചെയ്ത് വെച്ചതാണ്, ജസ്റ്റ് വാങ്ങിച്ചു തന്നുള്ളൂ കേട്ടോ ഹസ്ബൻഡ്. അപ്പോൾ ഇത് 299 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ്. നേരം ഞാൻ നോക്കിയപ്പോൾ, ഇപ്പം ഞാൻ നോക്കുന്നില്ല, ഇപ്പം ഞാൻ ഇതിൻ്റെ പ്രൈസ് ചെക്ക് ചെയ്തിട്ടില്ല. ഓഫർ ടൈമിൽ എന്തോ ആണ് അന്ന് ഹസ്ബൻഡ് വാങ്ങിച്ചു തന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പ്രൈസ് ഇത്തിരി കൂടി കുറഞ്ഞിട്ടുണ്ടാവും. എങ്കിലും നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ഇയറിങ്സ് ആയിരുന്നു കേട്ടോ അത്. സെക്കൻഡ് എനിക്ക് പുള്ളി വാങ്ങിച്ചത് ഈ ഒരു റോസ് ഗോൾഡിൻ്റെ വാച്ചാണ്. ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് 2000 സംതിങ് റുപ്പീസാണ്. നല്ലൊരു അടിപൊളി വാച്ചാണ് കേട്ടോ ഇത്. ലേഡീസൊക്കെ ഇപ്പോൾ കൂടുതലും റോസ് ഗോൾഡിൻ്റെ വാച്ചസാണ് കൂടുതൽ യൂസ് ചെയ്യണം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇത് ഈ പറഞ്ഞ പോലെ ഞാൻ കാർട്ടിലിട്ട് വെച്ചേക്കുന്നതായിരുന്നു. അപ്പോൾ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഗിഫ്റ്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ റോസ് ഗോൾഡിൻ്റെ വാച്ച് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വാച്ച് നിങ്ങൾ എന്തായാലും നോക്കിക്കോട്ടെ. നല്ല വാച്ചാണ്. ഒരുപാട് ആൾക്കാർ വാങ്ങിച്ചിട്ട് നല്ല എന്താ പറയുക റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ ആമസോണിൽ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആമസോണിൽ ഇപ്പോൾ വാലന്റൈൻസ് ഡേ ആയിട്ടുള്ള ഒരുപാട് ഓഫേഴ്സൊക്കെ നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതേപോലെ ഞാൻ ഇന്ന് കാണിക്കുന്ന എല്ലാ ഗിഫ്റ്റ് ഐറ്റംസിനും ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓഫർ ടൈമിലൊക്കെ ഇതിൽ നല്ല പ്രൈസ് ഡ്രോപ്പ് ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ വാങ്ങിക്കുന്ന സമയത്തുള്ള ഒരു പ്രൈസാണ് ഞാൻ പറയുന്നത്. ഇനി അടുത്ത ഗിഫ്റ്റ് നോക്കാം. നമ്മുടെ തേർഡ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു സംഭവമാണ് സ്ലിംഗ് ബാഗ്. അപ്പോൾ സ്ലിംഗ് ബാഗാണ് ഞാനിപ്പോൾ കുറേ ആയിട്ട് യൂസ് ചെയ്യണത്. ഇത് സൂക്ക് എന്നുള്ള ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. സൂക്കിൻ്റെ ബ്രാൻഡിൻ്റെ പ്രത്യേകത ഉണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡാണ്, വേഗനാണ്, പിന്നെ നല്ല ക്വാളിറ്റിയാണ്, കുറേ നാൾ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന നല്ല അടിപൊളി സംഭവമാണ് ഈ ഒരു ബാഗ്. ഞാൻ കൂടുതലും സ്ലിംഗ് ബാഗാണ് സൂക്കിൻ്റെ യൂസ് ചെയ്യണത്. അവരുടെ കയ്യിൽ വാളറ്റ്സും ലോങ് ബാഗും അങ്ങനെ ഒത്തിരി നല്ല വലിയ ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവരുടെ തന്നെ ചെരുപ്പുകളൊക്കെ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ബാഗ് സൂക്കിൻ്റെ ഞാൻ കാറിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ട്രിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ചെറിയ ട്രിപ്പ്. അപ്പോൾ അത്യാവശ്യം നമുക്കിതിനെ ചെറിയൊരു ബാഗ് നമുക്ക് എപ്പോഴും കൂടെ കൊണ്ടുപോകാനൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കാറിലിട്ട് വെച്ചതാണ്. അപ്പോൾ അതും എനിക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഹസ്ബൻഡ്. ഇതിൻ്റെ ഒരു പ്രൈസ് അന്നേരം എന്ന് പറഞ്ഞാൽ ഒരു 1000 സംതിങ് ആട്ടോ റേറ്റ് വന്നത്. നല്ല ക്വാളിറ്റിയാണ്, നല്ലൊരു സൂപ്പർ ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ഒരു ബാഗ്. എന്താ പിന്നെ നമുക്ക് നാലാമത്തെ നോക്കാം. നാലാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, വെഡ്ഡിങ് സീസണൊക്കെയാണ് നമുക്കിനി വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ വേണ്ടിയിട്ട് ഞാനിതാ ഒരു ട്രഡീഷണൽ വെഡ്ഡിങ് വെയർ ഒക്കെ ആയിട്ടുള്ള ഒരു ഫുഡ് വെയർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഒരു ചെരുപ്പ്. ഇതിൻ്റെ ഒരു പ്രൈസ് ഒരു 600 സംതിങ് ആണ്, 690 അങ്ങനെ എന്തോ ആണ് പ്രൈസ് വരുന്നത്. ചെറിയ ഹീൽസ് ഒക്കെയാണ് വരുന്നത്. നമുക്കെല്ലാം എത്തിനിക്ക, അതായത് ട്രഡീഷണൽ വെഡ്ഡിങ് വെയറിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചെരുപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് അടിപൊളിയാണ്. ഇതിൻ്റെ 2-3 കളേഴ്സ് ഉണ്ട്. ഞാൻ ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്ന ഇതാണ് സെലക്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ അത് കറക്റ്റ് എൻ്റെ കാലിലെ സൈസിനനുസരിച്ച് കറക്റ്റ് ഹസ്ബൻഡ് ഇത് പർച്ചേസ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു ചെരുപ്പിൻ്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5K ആണ്, 5 UK ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് എപ്പോഴും പർച്ചേസ് ചെയ്യുക. നമുക്കത് എങ്ങനെയാണ് സൈസ് അറിയാമെന്നുള്ള കാര്യങ്ങളൊക്കെ ആമസോണിൽ ബൈ ചെയ്യുമ്പോൾ അതിൽ തന്നെ ഉണ്ടാവും കേട്ടോ. നമ്മളൊരു ടാപ്പ് ഉപയോഗിച്ച് നമ്മുടെ കാലളന്നിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് കിട്ടും ഒരു മെഷർമെൻറ്റ്. ആ ഒരു മെഷർമെൻറ്റ് ഏത് സൈസിലാണ് നിൽക്കുന്നുള്ളത് അനുസരിച്ച് വാങ്ങിക്കുക. എൻ്റെ 5 UK ആണ് കേട്ടോ. അതേപോലെ ഞാനൊരു വേറൊരു ചെരുപ്പും സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ. ഇത് നമുക്ക് ഡെയിലി വിയർ അത്യാവശ്യമൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ചെരുപ്പാണ്. അത്ര പ്രൈസ് ഒന്നും ഇല്ല, 300 സംതിങ് ആണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഞാൻ അത്യാവശ്യം ഇപ്പോൾ ചിലപ്പോഴൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ചെരുപ്പാണ് കേട്ടോ. ഇതിൻ്റെ ചെറിയൊരു ഹീലാണ് വരുന്നത്. ബ്ലാക്ക് കളറാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ആണ് സെക്കൻഡ്. ഈ 2 ഷൂസ് അല്ല ചെരുപ്പും ഞാനിതെല്ലാം കാറിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫംഗ്ഷനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട്. ഇതിൻ്റെ പ്രൈസ് കുറവാണ്, പക്ഷെ ക്വാളിറ്റി വലിയ കുഴപ്പമില്ല. വെള്ളത്തിലൊക്കെ ഇടാണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാൾ യൂസ് ചെയ്യാം കേട്ടോ. കണ്ടില്ലേ, അത്യാവശ്യം നമുക്ക് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇപ്പോൾ വെസ്റ്റേൺ ആണെങ്കിലും നമ്മുടെ ട്രഡീഷണൽ ആണെങ്കിലൊക്കെ ഒരേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചെരുപ്പാണ്. 300 സംതിങ് എന്തേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ പ്രൈസ്. ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇതിൻ്റെ മേളിൽ വെൽവെറ്റിൻ്റെ ഒരു ക്ലോത്താണ്, ജസ്റ്റ് ഒട്ടിച്ച് വെച്ചേക്കുന്ന പോലെയാണ്, ജസ്റ്റ് അയച്ചിട്ടുണ്ട്. നല്ല ഒരു ചെരുപ്പാണ്. അപ്പോൾ ഇത്രയാണ് കുറച്ച് ഐറ്റംസ്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. ഇത് എന്താ പറയുക, ഞാൻ പറഞ്ഞ പോലെ തന്നെ കല്യാണമൊക്കെ വരുന്നുണ്ടല്ലോ. വാലന്റൈൻസ് ഡേയുടെ ഗിഫ്റ്റ് ആണെങ്കിൽ പോലും
നമ്മുടെ വെഡ്ഡിങ് സീസണിലൊക്കെ വേണ്ടിയിട്ടൊക്കെ വാങ്ങിച്ച് തന്നത് കൂടിയാണ്. അപ്പോൾ മാർച്ചിൽ കല്യാണമൊക്കെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും കല്യാണ സാരിയൊക്കെ നമ്മൾ ഉടുക്കുമല്ലോ, കല്യാണത്തിൻ്റെ സാരിയൊക്കെ പട്ട് സാരിയൊക്കെ ഉടുക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല അടിപൊളി നമ്മുടെ ഒരു എത്നിക് വിയർ ഇടുമ്പോൾ നമുക്ക് ഇടാൻ പറ്റിയിട്ട് ഞാൻ എടുത്തു വെച്ച ഒരു ജ്വല്ലറി ആണ് ഇത്. ഒരിടക്ക് ഭയങ്കര ഒരു എന്താ പറയുക ട്രെൻഡായിരുന്നു ഇതിൻ്റെ ഒരു കമ്മലും മാലയും. 2 കളേഴ്സ് വരുന്ന നെക്ലസ് ആണ് ഇത്. ഫസ്റ്റ് ഇവിടെ വരുന്നത് ഗ്രീൻ കളറും പിന്നെ ഇപ്പുറത്തൊരു പിങ്ക് കളറും. റെഡല്ല, ഒരു പിങ്ക് ഷെയ്ഡാണ്. റെഡും എന്താ പറയുക ഒരു മജന്ത ഷെയ്ഡ് പോലെയായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ആ ഒരു ഷെയ്ഡ് 2 കളർ വരുന്ന ഈ ഒരു മാലയാണ്. ഇതിൻ്റെ ഒരു പ്രൈസ് 695 രൂപയാണ് ഞാൻ അന്നേരം വാങ്ങിക്കുന്ന സമയത്ത് കേട്ടോ. അന്നേരം ഞാൻ നോക്കി വെച്ച സമയത്ത് അത്രയും പ്രൈസ് ഉണ്ട്. അപ്പോൾ ഞാൻ കാറിലിട്ട് വെച്ചിട്ടു എല്ലാ പ്രൊഡക്ട്സും. ഇതെല്ലാമാണ് എനിക്ക് ഇപ്രാവശ്യം ഗിഫ്റ്റായിട്ട് കിട്ടിയത്. അപ്പോൾ എനിക്കിപ്പോൾ എന്തായാലും വാലന്റൈൻസ് ഡേയുടെ ആ ഒരു ഹാപ്പിനെസ് ഉണ്ട് ഗിഫ്റ്റൊക്കെ കിട്ടിയപ്പോൾ. അത് മാത്രമല്ല ഇനിയിപ്പോൾ എൻ്റെ കല്യാണം ഫംഗ്ഷനൊക്കെ വരുമ്പോൾ എനിക്ക് ധൈര്യമായിട്ട് ഇടാനുള്ള സാധനങ്ങളെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമുക്കിപ്പോൾ ഡ്രസ്സിനനുസരിച്ചിട്ട് ഈ ഒരു നെക്ലസ് നമ്മുടെ ചുവപ്പാണെങ്കിൽ അതിനനുസരിച്ച് ഇടാം. ഇപ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ട് എന്തായിരിക്കും, അപ്പോൾ റെഡ് കളർ സാരി ആണെന്നുണ്ടെങ്കിൽ പച്ച കളറുള്ള നെക്ലസ് അങ്ങനെയായിട്ട് ഇടാമല്ലോ. അപ്പോൾ അതാ ഞാനിപ്പോൾ ഈ ഒരു റെഡ് കളർ ആ ഒരു ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ. അതിൻ്റെ ഇയറിങ്സ് 2 ഇയറിങ്സിൻ്റെ ഒപ്പം വരുന്നുണ്ട് കേട്ടോ. ഒന്ന് ഈ ഒരു എന്താ പറയുക റെഡ് കളറിലെ സ്റ്റോൺ വരുന്ന ഇയറിങ്സും അതേപോലെ തന്നെ പച്ച കളറും ഉണ്ട് കേട്ടോ. നമ്മൾ പച്ച കളറിലെ തിരിച്ചിടുമ്പോൾ അതിൻ്റെ പച്ച കളറിലെ മാല വരില്ലേ, അപ്പോൾ അതിനായിട്ട് നമുക്ക് പച്ച കളറിലെ ഇയറിങ്സും വരുന്നുണ്ട്. കുഞ്ഞി ജുംകാസാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയുണ്ട്. താഴെ ചെറിയ പേൾസ് വന്നിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. പ്രൈസ് എത്ര ഉണ്ടെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്ക് എന്താ പറയുക ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ജ്വല്ലറി തന്നെയാണ്. നന്നായിട്ട് ഞാൻ ചെക്ക് ചെയ്ത് നന്നായിട്ട് നോക്കിയിട്ടൊക്കെ വാങ്ങിച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയും ഐറ്റംസൊക്കെയാണ് ശരിക്കും ഹസ്ബൻഡ് ഇപ്രാവശ്യം ഗിഫ്റ്റ് ചെയ്തേക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കുറേ ഡ്രസ്സുകളായിരുന്നു എടുത്തുന്നത് കേട്ടോ. ഇപ്രാവശ്യം ഇങ്ങനെ കുറച്ച് സാധനങ്ങളാണ്. ഞാനിങ്ങനെ നേരത്തെ കാറിലിട്ട് വെച്ച കാരണം എനിക്ക് കുറച്ച് എന്താ പറയുക ഒരു ഉപകാരമായി ഹസ്ബൻഡ് ഇത് വാങ്ങിച്ചിരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും വാങ്ങേണ്ട സാധനങ്ങൾ എപ്പോഴും കാറിലെടുത്ത് വെക്കും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ നിങ്ങൾക്ക് വാങ്ങേണ്ട സാധനങ്ങൾ കാറിലിട്ട് വെക്കുക. ഓഫർ ടൈമൊക്കെ നോക്കിയിട്ട് നല്ല റിവ്യൂസും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അപ്പം അങ്ങോട്ട് വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു വാലന്റൈൻസ് ഡേയിൽ ഇങ്ങനെ കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടി, സന്തോഷമായി. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഭയങ്കര ഹാപ്പിനെസ്സൊക്കെ ഉണ്ടാവട്ടെ, എല്ലാവരും സേഫായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് കാണിക്കാനുള്ളത്. എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആമസോണിൽ നിന്നാണ് എല്ലാ പ്രൊഡക്ട്സും തന്നെ. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇന്ന് കാണിച്ചേക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഏത് ഗിഫ്റ്റാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളതെന്നെല്ലാം കമൻറ്റ് ചെയ്ത് അറിയിക്കാം. എനിക്ക് കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ളത് ബാഗ് ഇഷ്ടപ്പെട്ടു സൂക്കിൻ്റെത്, അതേപോലെ വാച്ച് ഇഷ്ടപ്പെട്ടു. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു എങ്കിലും എന്താ പറയുക കൂടുതൽ ബാഗും പിന്നെ വാച്ച് പിന്നെ ഞാൻ ഫസ്റ്റ് ഇട്ട ഒരു ഇയറിങ്സ് ഇല്ല അതും ഇഷ്ടപ്പെട്ടു കേട്ടോ. അത്രയേ ഉള്ളൂ. ബൈ.